ഹലോ മക്കളെ, എല്ലാവരും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ, ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്. ഈ നിമിഷം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ കാണുന്ന മിസ്റ്റേക്ക് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? വിത്ത് സൊല്യൂഷനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആ കാണുന്ന സൊല്യൂഷൻ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം. പ്ലീസ് ട്രസ്റ്റ് മീ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാനിവിടെ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം. എല്ലാവരും ഇപ്പൊ പഠിക്കായിരിക്കും, ഗംഭീരമായിട്ട് പഠിക്കുന്നു. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം വരുന്നു, പുസ്തകം അവിടെ നിന്ന് എടുക്കുന്നു, വായിക്കുന്നു, അടുത്ത പുസ്തകം എടുക്കുന്നു, വായിക്കുന്നു, ഓരോ ബുക്കും എടുത്ത് നിങ്ങൾ മാക്സിമം ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പഠിച്ച് എവിടെ എത്തിയെന്ന് ആർക്കൊക്കെ അറിയാം? മാത്സ് എടുത്തു, മാത്സിൽ നിങ്ങൾ എത്ര പാഠം പഠിച്ചു കഴിഞ്ഞു? എന്തെല്ലാം പഠിച്ചു? കോൺസെപ്റ്റാണ് പഠിച്ചത്? തിയറിയാണ് പഠിച്ചത്? അതോ നിങ്ങൾ പഠിച്ച പ്രോബ്ലംസ് ആണോ? PYQs ചെയ്തോ? എത്ര പാഠത്തിന്റെ കഴിഞ്ഞു? ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും? യെസ്, ഞാൻ പഠിച്ചു, ഞാൻ മാത്സിലെ 8 പാഠം കഴിഞ്ഞു. 8 പാഠത്തിന്റെ എല്ലാ കോൺസെപ്റ്റും, എല്ലാ പ്രോബ്ലവും, അതുപോലെ തന്നെ PYQസും പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ തന്നെ പറയാൻ വേണ്ടി എത്ര പേർക്ക് സാധിക്കും? അതായത് നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. പഠിക്കുമ്പോൾ ആരും നോക്കൂല, ഒരാൾ പോലും ചിന്തിക്കില്ല ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കും, കുറെ പഠിക്കും. ഫുൾ ടൈം കയ്യിൽ ബുക്ക് ഉണ്ടാകും, പക്ഷേ എത്രമേൽ എഫക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സോ ഇറ്റ്സ് ഹാർഡ് ടൈം ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് ടൈം. സമയം അവസാനിക്കാറായി. ചുരുങ്ങിയ ദിവസം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളൂ. ഒരു സെക്കൻഡ് ടൈം എക്സാം എല്ലാം കഴിഞ്ഞ്, അതിനുള്ള പ്രീ മോഡൽസ് എല്ലാം കഴിഞ്ഞ്, പ്രീ മോഡൽസിന് ശേഷം നിങ്ങൾ ഇതാ ഒരു വെക്കേഷന് പോകാൻ വേണ്ടി പോവുകയാണ്. ഡിസംബർ മാസത്തെ ക്രിസ്മസ് വെക്കേഷൻ. സോ ഈ കാണുന്ന വെക്കേഷനിൽ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട നിർബന്ധമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, അത് മനസ്സിലാക്കില്ല. വെറുതെ കുറെ ഇരുന്ന് പഠിക്കും. കുറെ ഇരുന്ന് പഠിക്കല്ല വേണ്ടത്. ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു. അതിനനുസരിച്ച് വേണം ഓരോ ദിവസവും പ്ലാൻ ചെയ്യാൻ വേണ്ടി. അതനുസരിച്ച് വേണം ഓരോ ദിവസവും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ഓരോ ദിവസവും പഠിക്കാൻ വേണ്ടി. ടൈം ടേബിൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അങ്ങനെ വേണം സ്ട്രക്ചർ ചെയ്യാൻ. ഓക്കെ, ഞാൻ എൻ്റെ മാത്സിൽ ഇത്ര പാഠം കഴിഞ്ഞു, ഞാൻ മാത്സ് കമ്പാരിറ്റീവ് സേഫ് ആണ്. സേഫ് അല്ല, സോഷ്യലാണ്. ഞാൻ സോഷ്യൽ പഠിക്കണം. സോഷ്യൽ സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സോഷ്യലാണ് പഠിക്കേണ്ടത്. കാരണം 10 ദിവസത്തെ വെക്കേഷൻ വരുന്നു. ഈ കാണുന്ന വെക്കേഷനാണ് നമുക്ക് ഏറ്റവും അധികം സിലബസ് പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സമയം. മാക്സിമം പഠിക്കാം, ഡേ ഫുള്ള് പഠിക്കാം. 2 ദിവസം ലീവ് എടുത്തോ. 24th എന്താണ് വേണമെങ്കിൽ പുൽക്കൂടൊക്കെ ഉണ്ടാവും, ആ കാണാൻ വെക്കോ. 25th ക്രിസ്മസ് ആഘോഷിച്ചോ, ആഘോഷിക്കും. ആഘോഷവും ആവശ്യമാണ്. മെന്റലി നമ്മൾ എന്താണ് സ്ട്രെസ് എല്ലാം റിലീസ് ചെയ്യേണ്ട സമയം കൂടിയാണ്. സോ ഈ കാണുന്ന സ്ട്രെസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് 24, 25th എല്ലാവരും ഗംഭീര പഠിക്കുക. ആൻഡ് ബാക്കിയുള്ള ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. 24, 25 എന്താണ് നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ബാക്കി ഡേയ്സ് എല്ലാം പഠിക്കുമെന്ന് ഉറപ്പ് എനിക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ അറിയണം. നിങ്ങൾ പറയണം, യെസ് ഞങ്ങൾ പഠിക്കും, വെക്കേഷൻ ഫുൾ സ്റ്റഡി മോഡിലാണെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് പറയണം. മക്കളെ, എല്ലാവരും 21 ഡേ ബിഫോർ ഡേ ആഫ്റ്റർ ടുമാറോ 21 നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, എക്സാം എല്ലാം കഴിഞ്ഞു ഫ്രീ ടൈമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇത്തരത്തിൽ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഷീറ്റ് തയ്യാറാക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ മാത്സിനകത്തുള്ള എല്ലാ പാഠങ്ങളും നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം. ഈ കാണുന്ന ടൈപ്പിൽ മാത്സിലെ എല്ലാ പാഠവും ഇവിടെയുണ്ട്. ഇവിടെ 7 ചാപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ് ആർ നെക്സ്റ്റ് സ്ലൈഡ്. ഹെഡിൽ ശ്രദ്ധിക്കാം. ചാപ്റ്റർ ലിസ്റ്റ്, കംപ്ലീറ്റഡ്, partially completed, not started, PYQs. ഇതാണ് ഹെഡിങ്. ഈ കാണുന്ന ഹെഡിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഇമ്പോർട്ടൻസ്, ഹൈ. ഒന്നാമത്തെ പാഠം എടുത്ത് നിങ്ങൾ നോക്കണം, റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് മാത്രം പഠിക്കലല്ല. ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് പഠിക്കുന്നു. ആ ചാപ്റ്ററിന്റെ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അതായത് അത്യാവശ്യം എന്താണ് എല്ലാ ചോദ്യവും എനിക്ക് ചെയ്യാൻ വേണ്ടി അറിയാമെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു. ആൻഡ് PYQs ചെയ്യുന്നു. ഇത്രമേൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും, യെസ് ഞാൻ ആ കാണുന്ന പാഠം പഠിച്ചു. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
യെസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് ടിക്കിടുക. ഓക്കെ, PYQs ഞാൻ ചെയ്തിട്ടുണ്ട്. ടിക്കിടുക. പോളിനോമിയൽസ് ഒന്നും ഓക്കെ, ഞാൻ ആ കാണുന്ന ചാപ്റ്ററിന്റെ എല്ലാം പഠിച്ചു, എല്ലാ കോൺസെപ്റ്റും പഠിച്ചു, നോ ഡൗട്ട് എല്ലാം പഠിച്ചു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അതിന്റെ NCERT ക്വസ്റ്റ്യൻ ചെയ്തു. ചാപ്റ്റർ സെറ്റാണ്, കംപ്ലീറ്റ് ആണ്, ടിക്കിട്ടോളൂ. പക്ഷെ കാര്യമുണ്ട്, നിങ്ങൾ PYQ ചെയ്തില്ല. അപ്പോൾ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു, NCERT പഠിച്ചു, അത്യാവശ്യം എല്ലാ ചോദ്യം ചെയ്തു കഴിഞ്ഞു, സെറ്റാണ്, ഫുൾ കോൺഫിഡൻസ് ആണ്. PYQ മാത്രം ബാക്കിയുണ്ട്. PYQന്റെ അവിടെ ക്രോസ് ഇടാം. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ചാപ്റ്ററിന്റെ PYQ എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, ബാക്കിയല്ല ഓക്കെ ആണ് കേട്ടോ. മനസ്സിലായി നമുക്ക്? തേർഡ് ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. എനിക്ക് കുറച്ച് മെത്തേഡ്സ് ഒക്കെ അറിയാം, പക്ഷെ എനിക്ക് വേർഡ് പ്രോബ്ലം എനിക്കറിയില്ല. വേർഡ് പ്രോബ്ലം. അപ്പൊ എന്ത് ചെയ്യാ? പാർഷ്യലി കംപ്ലീറ്റഡ്. ഓക്കെ, ആൻഡ് PYQ നോക്കിയിട്ടില്ല, കാരണം വേർഡ് പ്രോബ്ലം ഒന്നാണ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് നിങ്ങളാണ് PYQ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ക്രോസ് ഇട്ടു. ഇനി ഒന്നും കൂടി പറ്റാതെ നോട്ട് ചെയ്യാം, ഏത് ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി. വേർഡ് പ്രോബ്ലം ആണെങ്കിൽ വേർഡ് പ്രോബ്ലം എഴുതി വെക്കാം. ഓക്കെ, പിന്നീട് ക്വാഡ്രാറ്റിക്കും എല്ലാ പാടും ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്വാഡ്രാറ്റിക് നിങ്ങൾ പഠിച്ച് ആരംഭിച്ചിട്ടില്ല, തൊട്ടുപോലും നോക്കിയിട്ടില്ല. എന്ത് ചെയ്യണം? നോട്ട് സ്റ്റാർട്ടഡ് ആൻഡ് ഒബിയസ്ലി PYQs ചെയ്തിട്ടില്ല. സോ PYQs നിങ്ങളാണ് ലാസ്റ്റ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ PYQ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾ ടിക്കറ്റ് പോവാ. ചെയ്യാത്ത എന്ത് ചെയ്യുക? റോങ് ഇടുക. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് സ്റ്റാർട്ടഡ്. കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്, പാർഷ്യലി കംപ്ലീറ്റഡ് ആൻഡ് ഫുള്ള് കഴിഞ്ഞെങ്കിൽ കംപ്ലീറ്റഡ്. ഇങ്ങനൊരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനൊരു കണക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇങ്ങനെ എല്ലാ ചാപ്റ്ററിന്റെയും ഓക്കെ, മാത്സിനകത്തുള്ള എല്ലാ പാഠത്തിന്റെയും എല്ലാവരും എഴുതണം. മാത്സ് മാത്രമല്ല സയൻസിന്റെ എഴുതണം, സയൻസ് മാത്രമല്ല സോഷ്യലും എഴുതണം. ഇതാണ് മക്കളെ പ്രൊഡോമിനന്റ് നമ്മൾ 3 സബ്ജക്ട് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കാണുന്ന 3 വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ കയ്യിൽ സൂക്ഷിക്കണം. ഇങ്ങനത്തെ ഒരു ഡാറ്റ സൂക്ഷിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ച് എവിടെ എത്തി, നമുക്കിനി എന്തെല്ലാം പഠിക്കാനുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എത്ര കടന്ന് പഠിച്ചാലും എവിടെയും എത്തില്ല. നമ്മൾ മനസ്സിലാക്കണം where we are right now. നമ്മൾ എവിടെയാണ് മനസ്സിലാക്കണം, അതിനുശേഷം നമ്മൾ പഠിക്കാം. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ്, പാർഷ്യലി ട്രിഗണോമെട്രി പാർഷ്യലി, സം കംപ്ലീറ്റഡ്, ഏരിയ കംപ്ലീറ്റഡ്, സർഫസ് ഏരിയ കംപ്ലീറ്റഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് പാർഷ്യലി, പ്രോബ്ലം നോട്ട് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പാർഷ്യലി ഉണ്ട്, ചില കംപ്ലീറ്റഡ് ആണ്, നോട്ട് സ്റ്റാർട്ടഡ് ആണ്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ പാർഷ്യലി എല്ലാം തന്നെ ഇതിലേക്ക് എത്തിക്കണം, കംപ്ലീറ്റഡ്. കാരണം അതിനു വേണ്ടി നമുക്ക് അധികം സമയം ആവശ്യമുണ്ടാവുകയില്ല, ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായിരിക്കില്ല. പാർഷ്യലി കംപ്ലീറ്റഡിനെ കംപ്ലീറ്റഡ് ആക്കാനായിട്ട് ചുരുങ്ങിയ സമയം മാത്രം മതി. ആ ഷോർട്ട് ടൈം, ദാറ്റ്സ് അവർ വെക്കേഷൻ. അതാണ് നമ്മുടെ വെക്കേഷൻ. നമ്മൾ വെക്കേഷന് 10 ദിവസം കൊണ്ട് സയൻസിലെയും മാത്സിലെയും സോഷ്യലിലെയും എല്ലാ പാർഷ്യലി കംപ്ലീറ്റഡ് ടോപ്പിക്സിനെയും നമ്മൾ കംപ്ലീറ്റഡിലേക്ക് മാറ്റണം. ആൻഡ് സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പേടിക്കണ്ട, വി വിൽ സ്റ്റാർട്ട്. ശ്രദ്ധിക്കണം, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന്റെ PYQസും കൂടി പാരലൽ ചെയ്തു പോകാൻ സാധിക്കാം. നിങ്ങൾ നോക്കണം, അതായത് ഈ കാണുന്ന വേർഡ് പ്രോബ്ലം പഠിച്ച് നിങ്ങളുടെ ഈ കാണുന്ന ബോക്സ് മാറ്റി കംപ്ലീറ്റഡ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ PYQs എന്ത് ചെയ്യണം? നിങ്ങൾ തിക്കണം. അതായത് നിങ്ങൾ PYQസും കൂടെ തന്നെ ചെയ്ത് പോകണം. എന്നാലാണ് നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ഈ കാണുന്ന ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, യെസ് ഞാൻ പഠിക്കാത്ത പാഠം ഇതാണ്. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, യെസ് എനിക്ക് ഈ പാഠം പഠിക്കണം. ഈ പാഠം പഠിച്ച് ആ കാണുന്ന ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും എല്ലാ പ്രോബ്ലവും എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ടൈം നമുക്ക് എന്താണ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ട്, പഠിച്ച പാഠം തന്നെ വീണ്ടും വീണ്ടും പഠിക്കാം. ചിലപ്പോൾ എന്താണ് അറിയാവുന്ന 6 പാഠം, ഓൺലി 6 ചാപ്റ്റേഴ്സ്. ഈ കാണുന്ന 6 പാഠം വീണ്ടും വീണ്ടും പഠിക്കാൻ ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാകും. അറിയാവുന്ന പാഠം പഠിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കുക, ഈ ലിസ്റ്റ് എടുക്കുക. ലിസ്റ്റിനകത്ത് ഏത് പാഠമാണോ പഠിക്കാത്ത, അല്ലെങ്കിൽ ഏത് പാഠമാണോ ആദ്യം ചെയ്യേണ്ടത്, പാർഷ്യലി കംപ്ലീറ്റഡ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം എന്താണ്, തൊടാത്ത പാഠം പഠിക്കാൻ വേണ്ടി ആരംഭിക്കാം. മക്കളെ, വെക്കേഷൻ
വെക്കേഷൻ വെക്കേഷൻ അതാണ് ഗോൾ. ആ കാണുന്ന 10 days നമ്മൾ തകർക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും, ഞങ്ങളെക്കാളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒറ്റ കാര്യം മാത്രം പറയുന്നുള്ളൂ, നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ നമുക്ക് ഒന്നിച്ച് ഫുൾ മാർക്കിലേക്ക് എത്തണം. അതിനുവേണ്ടി ഞങ്ങൾ അത്രമേൽ കഷ്ടപ്പെടും. നിങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ കഷ്ടപ്പെടണം. നമുക്ക് വർക്ക് ചെയ്യണം. ഇറ്റ്സ് ഹാർഡ് ടൈം ആൻഡ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ടൈം. നമുക്ക് എന്താണ് ഇനി ഒരു സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല. ഇനി നമുക്ക് എന്താണ് സമയം കുറവാണ്. റിയാലിറ്റി അതാണ്, സമയം കുറവാണ്. നമുക്കിനിയുള്ളത് ഏറ്റവും അധികം ആവശ്യം സ്മാർട്ട് വർക്ക് തന്നെയാണ്. ഹാർഡ് വർക്ക് വേണം, ഒപ്പം തന്നെ സ്മാർട്ട് വർക്ക്. ഇത് വൺ ഓഫ് ദി സ്മാർട്ട് വർക്ക്സ് ആണ്. നമ്മളുടെ സമയം കളയാതിരിക്കാനുള്ള ഒരു സ്മാർട്ട് വർക്ക് പരിപാടിയാണ് ഞാൻ പറയുന്നതോടെ. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മക്കളെ. എടാ ഫുള്ള് വേണടാ, നമുക്ക് ഫുള്ള് വാങ്ങണം. നമ്മളെ കൊണ്ട് പറ്റും. പറ്റാത്തതൊന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ആലോചിക്കാം, ഇവിടെ ക്ലാസ് എടുക്കുന്ന ഓരോ പ്രോബ്ലംസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതേ ടൈപ്പ് പ്രോബ്ലമാണ് നിങ്ങളുടെ സ്കൂളിൽ മോഡൽ എക്സാമിന് ചോദിക്കാം. അതേ ടൈപ്പ് ചോദ്യമാണ് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒപ്പം നിന്ന് വർക്ക് ചെയ്യുക. ഞങ്ങൾ എക്കാലവും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്താവശ്യമുണ്ടെങ്കിലും അത് നമ്മൾ നടത്തി തന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾ എത്രയ്ക്കും പഠിച്ചു കഴിഞ്ഞു, മാത്സിലെ എത്ര പാഠം കംപ്ലീറ്റ് ചെയ്തു, എത്ര പാഠം പാർസലി കംപ്ലീറ്റഡ്, എത്ര പാഠം നോട്ട് സ്റ്റാറ്റഡ്, നോട്ട്സ് ആർ നോട്ട് മാത്സ് മാത്രമല്ല സയൻസ് സോഷ്യൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഈ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അത് വേറെ ഒന്നുമല്ല, ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. ഒരു മോട്ടിവേഷൻ. ഒരുപാട് പേർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ആ കാണുമ്പോൾ യെസ് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് പറയാനുള്ള മോട്ടിവേഷനാണ് ഒരുപാട് പേർക്ക്. ഓക്കെ, പിന്നെ തളർന്നു പോകരുത്. ഒരു ജേർണിയാണ്. ആ കാണുന്ന ജേർണിയിൽ നമുക്ക് എന്താണ് അപ്സും ഡൗൺസും എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ഡൗണിലായിരിക്കും, പേടിക്കണ്ട, നമ്മൾ അപ്പാവും. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യും. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്കിലേക്ക് നമ്മൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഗൈസ്, സോ ബൈ. സൈനിങ് ഓഫ് അപ്നാസ് ലേണിംഗ്. താങ്ക് യു ഓൾ. താങ്ക് യു.